കണ്ണൻ നന്ദിനിയുടെ വീട്ടിലേക്ക് ചെന്ന് കയറുമ്പോൾ അവളല്ലാതെ വീട്ടിൽ വേറെ ആരും ഉണ്ടായിരുന്നില്ല. വരാന്തയിൽ കസേരയിൽ ഇരിക്കുകയായിരുന്നു നന്ദിനി. കണ്ണൻ നന്ദിനിയുടെ വീട്ടിലെത്തിയ സമയം ശശിമേശ്വരിയും ബോബിയും ഗിരീഷും കവലയിൽ വെച്ച് കുമാരേട്ടനെ കണ്ട് കാര്യങ്ങളെല്ലാം വിശദമായി സംസാരിക്കുകയായിരുന്നു. ബംഗ്ലാവ് കുന്നിൽ വെച്ച് നടന്ന പാർട്ടിയിലെ തീരുമാനങ്ങൾ നടപ്പിലാക്കാൻ മുന്നിട്ടിറങ്ങിയത് ബോബി പൗലോസാണ്. സെന്റ് തോമസ് എസ്റ്റേറ്റിലെ മാനേജർ എന്ന നിലയിൽ ബോബി പൗലോസിനെ ചെമ്പകത്തോപ്പിൽ എല്ലാവർക്കും വലിയ ബഹുമാനമായിരുന്നു. എന്നാൽ മാധവൻ ഓതിക്കൊടുത്ത കുബുദ്ധിയുടെ സ്വാധീനത്താൽ ആദ്യം കുമാരേട്ടൻ അവർ പറയുന്നതൊന്നും കേൾക്കാൻ തയ്യാറായില്ല. മകളുടെ വിവാഹം നടക്കണം, അവളുടെ ഭാവി സുരക്ഷിതമാകണം എന്ന് മാത്രമായിരുന്നു അയാളുടെ മനസ്സിൽ. കണ്ണന്റെ പേര് ചേർത്താണ് നാട്ടിൽ അവളെക്കുറിച്ചുള്ള അപവാദങ്ങൾ പരക്കുന്നത് എന്നതുകൊണ്ട് കണ്ണൻ തന്നെ അവളെ വിവാഹം കഴിക്കണം എന്നായിരുന്നു കുമാരേട്ടന്റെ ചിന്ത. കണ്ണൻ നല്ല പയ്യനാണ്, നന്ദിനിയെ അവൻ ഭംഗിയായി നോക്കിക്കോളും എന്ന് കുമാരൻ ഉറപ്പുണ്ടായിരുന്നു. ഒരച്ഛന്റെ സ്വാർത്ഥത എന്ന് വേണമെങ്കിൽ പറയാം. എന്നാൽ നടന്ന സംഭവങ്ങളെല്ലാം ഒരു തെറ്റിദ്ധാരണയുടെ പുറത്തുണ്ടായതാണെന്ന് ബോബിയും ഗിരീഷും പറഞ്ഞപ്പോൾ കുമാരൻ ആദ്യം അത് വിശ്വസിക്കാൻ കൂട്ടാക്കിയില്ല. ശശിമേശ്വരിയും ബോബിയും കള്ളം പറയുന്ന ആൾക്കാരല്ല, അവർ സത്യത്തിന്റെയും ന്യായത്തിന്റെയും ഭാഗത്ത് നിൽക്കുന്നവരാണ് എന്ന് കുമാരൻ ഉറപ്പുണ്ടായിരുന്നതിനാൽ അവർ പറയുന്നത് അവിശ്വസിക്കാനും അയാൾക്ക് കഴിയുമായിരുന്നില്ല. നാട്ടിൽ പ്രചരിക്കുന്ന കള്ളക്കഥകൾക്ക് പിന്നിൽ മാധവൻകുട്ടിയാണെന്നും അതിനയാളെ പ്രേരിപ്പിക്കുന്ന കാരണം കണ്ണനും അയാളുടെ മകളും തമ്മിലുള്ള പ്രണയമാണെന്നും ശശിമേശ്വരി പറഞ്ഞപ്പോൾ സത്യത്തിൽ കുമാരൻ തകർന്നുപോയി. അയാളുടെ മനസ്സിനെ തകർത്ത ആദ്യത്തെ കാരണം തന്റെ മകളുടെ ഭാവി ഇനിയെന്ത് എന്ന ചിന്തയായിരുന്നു. കണ്ണൻ അവളെ വിവാഹം കഴിച്ചിരുന്നെങ്കിൽ അയാൾക്ക് വിഷമിക്കാൻ പിന്നെ ഒന്നും ഉണ്ടായിരുന്നില്ല. കണ്ണന് വേറൊരു പ്രണയമുണ്ടെന്ന് കേട്ടപ്പോൾ അയാളുടെ ആ സ്വപ്നങ്ങളാണ് തകർന്നത്. രണ്ടാമത് അയാളെ വിഷമിപ്പിച്ചത് മാധവൻകുട്ടിയുടെ ചതിയിൽ വീണ് താൻ കണ്ണൻ എന്ന പാവപ്പെട്ട പയ്യനെ മാനസികമായി വിഷമിപ്പിച്ചു എന്നുള്ളതാണ്. കുമാരൻ അവരോട് പറഞ്ഞു, നിങ്ങൾ നാട്ടിലെ മാന്യന്മാരാണ്, നിങ്ങൾ പറയുന്നത് ഞാൻ വിശ്വസിക്കാം. പക്ഷേ എനിക്ക് നന്ദിനിയുടെ മനസ്സുകൂടി അറിയണം. നിങ്ങൾ പറയുന്നതൊക്കെ അവൾ കൂടി ശരിവെച്ചാൽ നാളിതുവരെ അവളോട് ഞാൻ ഒന്നും ചോദിച്ചിട്ടില്ല. അവളും പറയാൻ പോകുന്നത് ഇതൊക്കെ തന്നെയാണ് കുമാരേട്ടാ, ഗിരീഷ് പറഞ്ഞു. അതിന് മറുപടിയായി കുമാരൻ ഒന്നും പറഞ്ഞില്ല. നമുക്ക് കുമാരേട്ടൻ്റെ വീട്ടിലേക്ക് പോകാം, നന്ദിനിയോട് കാര്യങ്ങൾ ചോദിക്കാം. അവൾ ഞങ്ങൾ പറഞ്ഞതൊക്കെ കള്ളമാണെന്ന് പറയുകയാണെങ്കിൽ കണ്ണൻ്റെയും അവളുടെയും വിവാഹം ഞങ്ങൾ തന്നെ മുൻകൈയെടുത്ത് നടത്തിത്തരാം, ശശിമേശ്വരി പറഞ്ഞു. ഒന്നും മിണ്ടാതെ കുമാരൻ മുന്നിൽ നടന്നു, പിന്നാലെ മറ്റുള്ളവരും. ആ സമയം കണ്ണൻ നന്ദിനിയുടെ സമീപം എത്തിയിരുന്നു. പ്രകാശം നഷ്ടപ്പെട്ട കണ്ണുകൾ കൊണ്ട് കണ്ണനെ അവൾ നോക്കി. നിലാവ് മറഞ്ഞുപോയ ആ സുന്ദരാനനത്തിൽ വിഷാദത്തിന്റെ മേഘക്കൂട്ടങ്ങൾ കാളിമ പരത്തി നിറഞ്ഞു നിൽപ്പുണ്ടായിരുന്നു. പ്രതീക്ഷിക്കാൻ ഒരു മരുപ്പച്ച പോലുമില്ലാതെ വിശാലവും വരണ്ടതുമായ മരുഭൂമിയിലൂടെ വഴിതെറ്റി നടക്കുന്നവളുടെ ദൈന്യതയായിരുന്നു അവളെ മൂടിയിരുന്നത്. താൻ അനുഭവിക്കുന്ന മാനസിക ദുരിതങ്ങൾ, അപമാനം, സങ്കടം ഇതൊക്കെ നന്ദിനിയെ അറിയിക്കാനാണ് കണ്ണൻ എത്തിയത്. അവൾ തന്റെ മനസ്സിനെ മനസ്സിലാക്കും എന്നവൻ ആശിച്ചു. എങ്കിലും അവളുടെ മനസ്സിൽ എന്താണെന്നവന് അറിയില്ലായിരുന്നു. മാധവൻകുട്ടിയുടെ സ്വാധീനത്തിൽ നന്ദിനിയും വീണിട്ടുണ്ടാകുമോ? തനിക്കെതിരെ അവൾ സംസാരിച്ചാൽ എന്താണ് ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ച് ഒരു ധാരണയും അവനുണ്ടായിരുന്നില്ല. നന്ദിനി ഇപ്പോൾ സുഖമായോ? ചെന്ന് കയറിയ പാടെ അവൻ ചോദിച്ചു. ആയി എന്ന അർത്ഥത്തിൽ നന്ദിനി തലയാട്ടി. അവളുടെ മുഖത്ത് കണ്ണനെ കാണുമ്പോൾ ഉണ്ടാകുന്ന ലജ്ജയിൽ കുതിർന്ന ചിരിയോ പരിഭ്രമമോ അപ്പോൾ ഉണ്ടായിരുന്നില്ല. നന്ദിനി, ഒരു തെറ്റിദ്ധാരണയുടെ പുറത്താണ് ഈ മോശപ്പെട്ട സംഗതികളെല്ലാം നടന്നത്, അവൻ പറഞ്ഞു തുടങ്ങി. ഞാനൊന്നും അറിഞ്ഞിട്ടില്ല, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടുമില്ല, ഞാൻ നിരപരാധിയാണ്, ഞാൻ വേട്ടയാടപ്പെടുകയാണ്. നിന്നെപ്പോലെ ആത്മഹത്യ ചെയ്യാൻ എനിക്ക് ധൈര്യമില്ല, അതുകൊണ്ട് ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു. കണ്ണേട്ടൻ ഒന്നും പറയണ്ട, കണ്ണനെ പറഞ്ഞു മുഴുവിപ്പിക്കാൻ അനുവദിക്കാതെ നന്ദിനി ഇടയ്ക്ക് കയറി പറഞ്ഞു തുടങ്ങി. എല്ലാം ഞാൻ അറിഞ്ഞു, മഞ്ജു എന്നോടെല്ലാം പറഞ്ഞു. തെറ്റെൻ്റെ ഭാഗത്താണ്, കേട്ടതൊക്കെ അപ്പടി വിശ്വസിച്ച എൻ്റെ ഭാഗത്താണ് തെറ്റ്. കാത്തു ചേച്ചിയുമായി കണ്ണേട്ടന് പ്രണയമാണെന്ന് എന്നെ പറ്റിക്കാനായി പറയുന്നതാണെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ സത്യം ഗിരീഷേട്ടനും മഞ്ജുവും പറഞ്ഞപ്പോൾ ഞാൻ കണ്ണേട്ടനെ വിഷമിപ്പിക്കുകയായിരുന്നു എന്ന് മനസ്സിലായി. തുടർന്ന് ജീവിക്കാൻ പിന്നെ കാരണങ്ങളൊന്നും കണ്ടില്ല. അപ്പോൾ തോന്നിയ പ്രാന്തൻ ബുദ്ധിക്ക് ഞാൻ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു. പക്ഷേ അത് കണ്ണേട്ടനെ കൂടുതൽ കുഴപ്പത്തിലാക്കുകയാണ് ചെയ്തത് എന്ന് ഹോസ്പിറ്റലിൽ നിന്ന് തിരിച്ചു വന്നപ്പോഴാണ് മനസ്സിലായത്. മാപ്പ് കണ്ണേട്ടാ, എല്ലാത്തിനും. ഇനി കണ്ണേട്ടൻ്റെ വഴിയിൽ ഈ പൈങ്കിളി പെണ്ണ് തടസ്സമായി ഒരിക്കലും വരികയില്ല. അത് പറഞ്ഞ് നന്ദിനി പൊട്ടിക്കരഞ്ഞു. നന്ദിനി പറയുന്നത് കേട്ടുകൊണ്ടാണ് കുമാരനും ശശിമേശ്വരിയും ബോബി പൗലോസും ഗിരീഷും അങ്ങോട്ടേക്ക് വന്നത്. ബോബി കുമാരന്റെ മുഖത്തേക്ക് നോക്കി. കുമാരന്റെ മുഖം താണു. കുമാരൻ ചെന്ന് കണ്ണന്റെ കരം കവർന്നു. അയാൾ പറഞ്ഞു, മാപ്പാക്കണം മോനെ, മാധവൻകുട്ടി പറഞ്ഞത് അപ്പാടെ ഞാൻ വിശ്വസിച്ചു പോയി. നിന്നെ ഞാൻ വേദനിപ്പിച്ചു, നീ എന്നോട് ക്ഷമിക്കണം, എന്നെയും മോളെയും ശപിക്കരുത്. കുമാരേട്ടൻ്റെ ഭാഗത്ത് ഒരു തെറ്റുമില്ല. ഒരച്ഛൻ്റെ മനസ്സ്, വേദന, അതെനിക്ക് മനസ്സിലാവും. കുമാരേട്ടൻ്റെ മനസ്സ് വേദനിക്കാൻ അറിയാതെയാണെങ്കിലും ഞാൻ കൂടെ ഒരു കാരണക്കാരനായി എന്നതിലാണ് എൻ്റെ വിഷമം. നന്ദിനിയെ സ്വീകരിക്കാൻ എനിക്ക് കഴിയാത്തത് അവൾ നല്ല കുട്ടി അല്ലാത്തത് കൊണ്ടല്ല. വർഷങ്ങളായി എന്നെ കാത്തിരിക്കുന്ന ഒരു പെണ്ണ്, അവളുടെ മനസ്സ് വേദനിപ്പിക്കാൻ പറ്റാത്തത് കൊണ്ടാണ്.
എന്നോട് ക്ഷമിക്കണം. കണ്ണൻ അത് പറഞ്ഞു തീർന്നപ്പോൾ കുമാരൻ അവനെ ആലിംഗനം ചെയ്തു. ഇതിനെല്ലാം പിറകിൽ അവനാണ്, മാധവൻകുട്ടി എന്ന നീചബുദ്ധിക്കാരൻ. അയാളുടെ മകളുടെ പ്രണയം ഒളിച്ചോയ്ക്കാൻ പാവപ്പെട്ട നന്ദിനിയുടെ പേരവൻ ചീത്തയാക്കി. നന്ദിനി ഗർഭിണിയാണെന്ന് പറഞ്ഞു വരുത്തി. ഇനി കാണേണ്ടത് അവനെയാണ്, ശശിമേശ്വരി ദേഷ്യത്തോടെ പറഞ്ഞു. അതെ, ഈ അനാവശ്യം അയാൾ ആദ്യം പറഞ്ഞത് കവലയിൽ വെച്ചാണ്. അയാളുടെ മകളുടെ പ്രണയകാര്യവും അവിടെ വച്ച് തന്നെ നാട്ടുകാർ അറിയട്ടെ. ഗിരീഷ് ശശിയെ അനുകൂലിച്ചു. അതെ, സത്യം പറയേണ്ടത് നമ്മുടെ കടമ. കാതുള്ളവൻ കേൾക്കട്ടെ. മുന്നോട്ട് നടന്നുകൊണ്ട് ബോബി പൗലോസ് പറഞ്ഞു. അവർ കൂട്ടമായി കവലയിലേക്ക് യാത്രയായി. ആ വീട്ടിൽ കുമാരനും നന്ദിനിയും മാത്രം അവശേഷിച്ചു. തൻ്റെ കടയിൽ ഇരിക്കുകയായിരുന്നു മാധവൻകുട്ടി. അയാളുടെ മനസ്സിൽ എല്ലാം താൻ ആഗ്രഹിക്കുന്ന വഴിയിലൂടെ തന്നെ പോകുന്നതിലുള്ള സന്തോഷവും സംതൃപ്തിയും നിറഞ്ഞു നിന്നിരുന്നു. എന്തായാലും ഇനി കണ്ണന് നന്ദിനിയെ കല്യാണം കഴിക്കേണ്ടി വരും. കുമാരനെ കൂടെ തൻ്റെ വഴിയിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്. നന്ദിനിയെ കല്യാണം കഴിക്കാൻ കണ്ണൻ സമ്മതിച്ചില്ലെങ്കിൽ കുമാരനെ കൊണ്ട് കേസ് കൊടുപ്പിച്ച് കണ്ണനെ ജയിലിലടയ്ക്കണം. തീർച്ചയായും നന്ദിനിയും തങ്ങളുടെ കൂടെ നിൽക്കും. അല്ലെങ്കിൽ അവൾക്ക് ഒരിക്കലും കണ്ണനെ കിട്ടാൻ പോകുന്നില്ല എന്ന് താൻ അവളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തും. കണ്ണൻ നന്ദിനിയെ കെട്ടിയാലും ജയിലിലായാലും തനിക്ക് നേട്ടമാണ്. കാത്തുവിൻ്റെ കല്യാണം തനിക്ക് ഇഷ്ടമുള്ള ആളുമായി നടത്താം. ഇതൊക്കെയായിരുന്നു മാധവൻകുട്ടിയുടെ മനസ്സിൽ. കിട്ടുനായരുടെ ചായക്കടയിൽ ഇപ്പോഴും കണ്ണൻ്റെയും നന്ദിനിയുടെയും കഥകൾ തന്നെയായിരുന്നു സംസാര വിഷയം. ഈ വിഷയം സജീവമായി നിർത്താൻ മാധവൻകുട്ടി സുഗുണനെയും മറ്റു ചിലരെയും ചെല്ലും ചിലവും കൊടുത്ത് സജീവമാക്കി നിർത്തിയിരുന്നു. പെണ്ണിനിപ്പോ 2 മാസം. ഇതായിരുന്നു സുഗുണൻ അപ്പോൾ സംസാരിച്ചു കൊണ്ടിരുന്ന വിഷയം. സംസാരിക്കാനും കേൾക്കാനും എരിവും പൊളിയുമുള്ള വിഷയങ്ങളാണല്ലോ ജോലിയും കൂലിയും ഇല്ലാത്ത എംബോഗികൾക്ക് പ്രിയങ്കരം. ആരൊക്കെയോ ഇങ്ങോട്ട് വരുന്നുണ്ടല്ലോ, പുറത്തേക്ക് നോക്കിക്കൊണ്ട് കിട്ടുനായർ പറഞ്ഞു. അത് കേട്ട സുഗുണൻ ചാടിയിറങ്ങി പുറത്തേക്ക് നോക്കി. ശശിമേശ്വരിയും കൂട്ടരുമാണല്ലോ, എന്തോ പ്രശ്നമുണ്ട്, സുഗുണൻ പറഞ്ഞു. കൂടെ കണ്ണനുമുണ്ട്, പൊടിയനാണത് പറഞ്ഞത്. എന്തോ കലിപ്പുണ്ട്, പൊടിയൻ ആത്മകഥം ചെയ്തു. കണ്ണന്റെ പേര് കേട്ടതോടെ അതുവരെ കടയിലിരുന്ന ചർച്ചകളിൽ സജീവമായി പങ്കെടുത്തുകൊണ്ടിരുന്ന നാരായണൻ പതിയെ എഴുന്നേറ്റ് മാധവൻകുട്ടിയുടെ പലചരക്ക് കടയിലേക്ക് മുങ്ങി. പുറത്തേക്കിറങ്ങിയ സുഗുണന്റെ കൂട്ടുകാരനും മാധവൻകുട്ടിയുടെ വ്യാജ പ്രചാരകരിൽ ഒരാളുമായ രമണൻ സ്വയം പിറുപിറുത്തു. എസ്റ്റേറ്റിലെ മാനേജരും കൂടെ ഉണ്ടല്ലോ, ഇയാളും ഇവന്മാരോടൊപ്പം ചേർന്നു. മാധവൻകുട്ടിയുടെ അടുത്തെത്തിയ നാരായണൻ പരിഭ്രമത്തോടെ പറഞ്ഞു. മുതലാളിയെ തല്ലാൻ ആ കണ്ണനും കൂട്ടരും ദാ വരുന്നു. മാധവൻകുട്ടി നോക്കിയപ്പോൾ ശരിയാണ്, 3-4 പേർ വേഗതയിൽ നടന്ന് ഇങ്ങോട്ട് വരുന്നു. ചിലപ്പോൾ ഒരു വഴക്കിന് സാധ്യതയുണ്ട്. തന്നെ തല്ലാനൊന്നും ഇവന്മാർ വളർന്നിട്ടില്ല. പക്ഷേ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലും പറയുന്നതിനിടയിൽ തൻ്റെ മകളുടെ പേര് ആരെങ്കിലും വലിച്ചു പുറത്തിടുമോ എന്ന പേടിയായിരുന്നു മാധവൻകുട്ടിക്ക്. എങ്കിൽ നാളെ മുതൽ നന്ദിനിക്ക് പകരം തൻ്റെ മകളായിരിക്കും ഈ നാട്ടിലെ ചർച്ചാ വിഷയം. മാധവൻകുട്ടി നാരായണനോട് പറഞ്ഞു. നീ വേഗം വീട്ടിൽ പോയി പുഷ്കരൻ അളിയനെ ഫോൺ ചെയ്ത് ഇങ്ങോട്ടൊന്ന് വരാൻ പറ. നാരായണൻകുട്ടി അത് കേട്ട് തലകുലിക്കിയ ശേഷം പുറകുവശത്തുകൂടെ മാധവൻകുട്ടിയുടെ വീട് ലക്ഷ്യമാക്കി ഓടി. മാധവൻകുട്ടി കടയുടെ മുൻവശത്തേക്ക് ഇറങ്ങി. മനസ്സിലെ ആശങ്ക മുഖത്തേക്ക് കൊണ്ടുവരാതെ തനിക്ക് ആരെയും ഭയമില്ല എന്ന ഭാവത്തോടെ നിന്നു. കണ്ണനും ശശിമേശ്വരിയും ബോബി പൗലോസും ഗിരീഷും മാധവൻകുട്ടിയുടെ മുന്നിൽ വന്നു നിന്നു. കടയിലിരുന്ന പൊടിയനും മുറുക്കാൻ കടയിലിരുന്ന ഖാദറും അവരോടൊപ്പം ചേർന്നു. സുഗുണനും രമണനും മാധവൻകുട്ടിയുടെ ഭാഗത്തേക്ക് പോയി നിന്നു. എല്ലാവരും കൂടെ ബീഡി വാങ്ങാൻ വന്നതായിരിക്കും അല്ലേ? മാധവൻകുട്ടി ചോദിച്ചു. ബീഡി താൻ വലിച്ചോ? ഓ, താൻ വലിക്കുകയില്ലല്ലോ, വലിപ്പിക്കുകയല്ലേ ഉള്ളൂ, ശശിമേശ്വരി ചിരിച്ചു. വന്ന കാര്യം വേഗം പറയൂ, എനിക്ക് വേറെ പണിയുണ്ട്. മാധവൻകുട്ടിയുടെ മുഖം കറുത്തു. ഞങ്ങൾ കണക്ക് തീർക്കാൻ വന്നതാ, ശശിമേശ്വരി പറഞ്ഞു. അതിന് നിങ്ങൾക്ക് എൻ്റെ കടയിൽ പറ്റില്ലല്ലോ. ഉണ്ട്, അത് നിങ്ങൾ മറന്നുപോയതാ, ഒന്ന് ഓർമ്മിച്ചു നോക്ക്. ബോബിയാണത് പറഞ്ഞത്. ബോബി തുടർന്നു. നിങ്ങളെ ഒരു മാന്യനും നല്ല മനുഷ്യനുമായിട്ടാണ് ഞാൻ കരുതിയിരുന്നത്. പക്ഷേ അണ്ടിയോടടുത്തപ്പോൾ താങ്കളും ഒരു തനി മൂരാച്ചി തന്നെയായി മാറിയത് കണ്ട് അമ്പരന്ന് നിൽക്കുകയാണ് ഞാൻ. നന്മയും ദയയും സംസാരത്തിൽ മാത്രമേ ഉള്ളൂ, പ്രവൃത്തിയിൽ ഇല്ല അല്ലേ? ലജ്ജ തോന്നുന്നു നിങ്ങളെക്കുറിച്ച്. ഇത്ര വൃത്തികെട്ട രീതിയിൽ ചിന്തിക്കാനും പ്രവർത്തിക്കാനും നിങ്ങൾക്ക് എങ്ങനെ സാധിക്കുന്നു? അറപ്പ് തോന്നുന്നു നിങ്ങളെ കാണുമ്പോൾ. ബോബി, ഈ കാര്യത്തിൽ നീ ഇടപെടണ്ട. മാധവൻകുട്ടി ദേഷ്യത്തോടെ ബോബി പൗലോസിനെ നോക്കി. അതെ, വരത്തന്മാർക്ക് ഇവിടെ എന്താ കാര്യം? മുണ്ടും കയറ്റി കെട്ടി സുഗുണൻ ബോബി പൗലോസിന്റെ നേരെ നടന്നു.